എൻ്റെ പേര് ബേബി. പ്രൊഫഷണൽ നെയിം കുര്യൻ, MI കുര്യനാണ്. ഞാൻ മണനാട്, എൻ്റെ വീട്ടുപേര് മണനാട് മേച്ചേരിൽ നിന്നാണ്. മേച്ചേരിൽ ഒരു MM വെട്ടി എന്ന് പറഞ്ഞ ഗവൺമെൻറ് കോൺട്രാക്ടർ ഉണ്ടായി. കോൺട്രാക്ടറുടെ 5ാമത്തെ ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കളിൽ 5ാമനാണ് ഞാൻ. 5 ആണും 4 പെൺമക്കളുമായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറും 2ാമത്തെ ബ്രദറും ഫാദറിൻ്റെ അതേ ജോലി തന്നെയായിരുന്നു, കോൺട്രാക്ടറൊക്കെ ആയിരുന്നു. ഞാൻ അലഹബാദിലും രാജസ്ഥാനിലുമായിട്ടാണ് പഠിച്ചത്. അഗ്രികൾച്ചർ BSc കഴിഞ്ഞു. എൻ്റെ ഇളയാൾ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തത്. അതിൻ്റെ ഏറ്റവും ഇളയാൾ ഡോക്ടറായിരുന്നു, UK അവിടെ വെച്ച് മരിച്ചു. ബാക്കി എല്ലാവരും മരിച്ചു. ഇപ്പോൾ ഞാനും എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയുടെ ഇവിടെ കായംകുളത്താണ്. ഓമന എന്നാണ് പേര്. ഓമന കായംകുളത്ത് പൊന്മാണിപ്പം കുടുംബമാണ്. പൊന്മാണിപ്പം കണ്ടത്തിലെ അഡ്വക്കേറ്റ് PT ഫിലിപ്പിൻ്റെ മകളാണ്. കേരള SUD ചീഫ് എഞ്ചിനീയറായിട്ടിരുന്ന PP തോമസിൻ്റെ സിസ്റ്ററാണ്. എനിക്ക് 3 പെൺമക്കളാണ്. മൂത്ത ആളാണ് ആശ. ആശ ബഹറിലായിരുന്നു. അവിടുന്ന് അവർ വന്ന് ഇപ്പം ഇവിടെ ഈ വീട്ടിൽ ആശയാണ് താമസം. ഇത് 2ാമത്തെ മകളാണ് നിഷ. ജോലി ബാംഗ്ലൂരിലായിരുന്നു, മൈസൂരിലായിരുന്നു. മൈസൂരിൽ ജോലിയെല്ലാം റിട്ടയർ ചെയ്തു വന്നു. നിഷയുടെ ഹസ്ബൻഡ് JK ടൈൽസിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. മൂത്ത മകളുടെ ഭർത്താവ് ജോസഫ് എബ്രഹാം. പുള്ളി ബഹറിലായിരുന്നു. പുള്ളിയുടെ വീട് വാഴൂരാണ്. പിന്നെ മോക്ക് ഒരാളും ഒരു പെണ്ണുമാണ്. മൂത്ത മോളാണ് നേഹയെ കല്യാണം കഴിച്ചിരിക്കുന്നത് തോട്ടക്കാട്ടാണ്. കല്യാണം കഴിച്ച മകൻ ബാംഗ്ലൂർ ജോലിയാണ്. മകന് അയർലൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇവിടുന്ന് എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് അയർലൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞല്ല. നിഷയുടെ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞായിരുന്നു. നിഷയുടെ ഹസ്ബൻഡാണ് ഫിലിപ്പ് തോമസ് എന്ന് പറയും. JK ടൈൽസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്, ടെക്നിക്കൽ. ഒരാളോടുണ്ട് 3 മക്കളെ. നിഷയ്ക്ക് ഒരാളും ഒരു പെണ്ണുമാണ് മക്കള്. മൂത്ത മോള് MBA കഴിഞ്ഞ് അവൾ ബാംഗ്ലൂരിലെ ജോലിയാണ്. മകന് BTech കഴിഞ്ഞു, അവനും ബാംഗ്ലൂർ ജോലിയാണ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞവരാണോ? മോളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മോനും ബാംഗ്ലൂരിൽ തന്നെ ജോലിയാണ്. പിന്നെ ഇളയ മോള് ഉഷയെ കല്യാണം കഴിച്ചിരിക്കുന്ന മല്ലപ്പള്ളി വട്ടശ്ശേരിയിലാണ്. വട്ടശ്ശേരി പിന്നെ അവർ ബെന്നി എന്നാണ് പേര്. ബെന്നിയും ഉഷയും ഇപ്പം ബഹ്റിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉഷയ്ക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോനെ BTech കഴിഞ്ഞ് അയർലൻഡിൽ പോയി അവിടെ MTech എടുത്തു. എന്നിട്ട് അവിടെ അയർലൻഡിൽ തന്നെ ജോലിയാണ്. അവൻ്റെ ഭാര്യ റാന്നി സ്വദേശിയാണ്. അവൾക്കും അവിടെ ജോലിയാണ്. ഉഷയുടെ ഇളയ മകന് സെയിൻറ്റ് ക്രിസ് കോളേജിൽ പാത്താമണ്ഡലം സെയിൻറ്റ് ക്രിസ് കോളേജിലെ BTech ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പച്ചൻ്റെ ഫാദറിന് കോൺട്രാക്ട് വർക്കാന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ കോൺട്രാക്റ്റ് ആയിരുന്നു? അച്ഛൻ്റെ ഫാദർ മെയിനായിട്ട് റോഡിൻ്റെ ഇതായിരുന്നു. ബിൽഡിങ്ങിൻ്റെ അധികം എടുത്തിട്ടില്ല. റോഡ്, പാൽ, ഇതിൻ്റെയൊക്കെ പണിയാണ്. അത് അന്നത്തെ കാലത്ത്
ഈ KK റോഡ് ഏതാണ്ട് 90% ടാർ ചെയ്ത് എൻ്റെ ഫാദറാണ്. ഓ ശരി. നേരത്തെ ഇതിൻ്റെ മെറ്റൽ റോഡായിരുന്നു, ചരല് മെറ്റൽ അത് ടാർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്നൊരു ഈ ടാറ് ഉരുക്കാനായിട്ടൊരു മെഷീൻ വരുത്തിയാണ്. ആ മെഷീൻ കൊണ്ടാണ് ടാറ് ഉരുക്കിക്കൊണ്ട്. അത് അന്ന് ജോലിക്കാർ പല സ്ഥലത്തും എനിക്ക് ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ എറണാകുളത്ത് പിന്നെ ഇൻ്റർമീഡിയറ്റിന് ഞാൻ എറണാകുളത്ത് തേവര കോളേജിലാണ് പഠിച്ചത്. തേവര. അപ്പോൾ അവിടെ പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈക്കം അവിടുന്ന് തൃപ്പൂണിത്തുറ ആ റോഡിലൊക്കെ പണിയുണ്ടായിരുന്നു. ഏതോ ഒരു സമയത്ത് ഒരു 13 സ്ഥലത്ത് ഒരുമിച്ച് വർക്ക് നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു 10-150 ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലുള്ള മെഷീനറി ഒന്നും ഇല്ലല്ലോ, എല്ലാം കൊട്ടയ്ക്ക് ഈ കാര്യം ഈ ഉരുക്കുന്നതിന് മാത്രമേ മെഷീനുള്ളൂ. ഉരുക്കുന്ന മെഷീനാണ്. പിന്നെ മെറ്റലെല്ലാം കൂടെ കുഴച്ചിട്ട് കൊണ്ടിട്ട് റോളർ ഉരുട്ടി റെഡിയാക്കുക. അപ്പൊ ഈ അപ്പച്ചന് ഈ അന്ന് ഏത് സ്ഥലത്തായിരുന്നു ഈ കോൺട്രാക്ടൊക്കെ ഉള്ള സമയത്ത് എവിടെ താമസിച്ചിട്ടിരുന്നത്? മണ്ണാട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറി കണിയാങ്കുന്ന് പറഞ്ഞ കണിയാങ്കുന്ന് അവിടെയാണ് കുടുംബം. അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് FSC ഞാൻ FSC കയറി. പിന്നെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു 1 മാസത്തോളം ഭോപ്പാലിൽ വർക്ക് ചെയ്തായിരുന്നു. അതെന്തായിരുന്നു ഭോപ്പാലിൽ? പിന്നെ ഈ ട്രാക്ടർ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. അത് ഹോഷിംഗാബാദ് റോഡിൽ ഉള്ള റോഡാണ്. അത് ബുധനിയിലെ ഘാട്ടിറങ്ങി ചെല്ലുമ്പോൾ ITC ആണ് ലെഫ്റ്റ് സൈഡിൽ. അവിടെ ഞാൻ 1 വർഷത്തോളം ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് അവിടെ തന്നെ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു. പക്ഷെ അന്നേരം ആ സമയത്ത് എനിക്ക് ഇവിടെ FSCയിലെ ജോലി കിട്ടി. അഗ്രികൾച്ചറിൽ നിന്ന് FSCയിലോട്ട് വരാൻ കാര്യം ഈ മിക്സിംഗ് ആണോ? NPK മിക്സിംഗ് എല്ലാം ഉണ്ടല്ലോ, അഗ്രികൾച്ചർ എല്ലാം ഉണ്ടല്ലോ. കൃഷി മാത്രമല്ല, ഈ ഫെർട്ടിലൈസർ എല്ലാം വരുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ട് അവർ ജോലി ചെയ്തു. അവസാനം ഡെപ്യൂട്ടി ചീഫ് അഗ്രോണമിസ്റ്റ് റിട്ടയർ ചെയ്തു. അന്നൊക്കെ FSC കോമ്പൗണ്ടിലാണോ താമസിച്ചത്? എനിക്ക് ഈ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടുതലും ഞാൻ കർണാടകയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതായത് മൈസൂർ, ബാംഗ്ലൂർ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ബെല്ലാരി ഡിസ്ട്രിക്ട്, റൈച്ചൂര്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ. ഞാൻ എവിടെ ജോലിക്ക് പോയാലും ഈ കുടുംബം കൂടുതലുണ്ടാവും. റൈച്ചൂരും അവിടെ ഇവിടെ എല്ലാം ഹോസ്പിറ്റലെല്ലാം. റൈച്ചൂർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ബോർഡർ ആയല്ലോ. മഹാരാഷ്ട്ര അല്ല, ആന്ധ്രയുടെ ബോർഡർ. റൈച്ചൂർ മഹാരാഷ്ട്ര ബോർഡിലൊക്കെ ബിദാർ എന്ന് പറയുന്ന സ്ഥലം. ബിദാർ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെയും പിന്നെ ഹൈദരാബാദിൻ്റെ ഒക്കെ ബിദാർ. ഈ അപ്പച്ചന്റെ ഫാദറെ ഈ കോൺട്രാക്ട് വർക്ക് എടുക്കാൻ അദ്ദേഹം എന്തായാലും പഠിച്ചിട്ടാണോ ഈ കോൺട്രാക്ട് വർക്ക്? പിന്നെ എങ്ങനെയാ ലൈനി വന്നതെന്നറിയോ? പുള്ളിക്ക് നേരത്തെ ഈ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പീരുമേട് സൈഡിലെ എസ്റ്റേറ്റുകളൊക്കെ കൊണ്ട് എത്തിക്കുന്ന പരിപാടി. അന്ന് ഈ ഇതില്ല, ഒന്നുമില്ല. കാളവണ്ടിയൊക്കെ പോത്തുവണ്ടിയാണ്. പോത്തിന്റെ വണ്ടി. അതൊക്കെ ചരിത്രം എന്താണ്? അതിലാണ്. അത് ശരി. അപ്പൊ എത്ര പോത്ത്? 2 പോത്തിനെ കിട്ടിയാണോ വലിപ്പിക്കുന്നത്? അത് ഈ സാധനങ്ങൾ കൂടാതെ ഒരു പ്രാവശ്യം ഫാദർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറിയൊരു ബോട്ട് ഇവിടെ വന്നിട്ട് തേക്കടിക്ക് കൊണ്ടുപോകാനായിട്ട്. അതും ഈ വണ്ടിയല്ലേ പുറത്ത് കൊണ്ട്. അപ്പൊ ഇത് ആനയുള്ള വഴിയാണല്ലോ അന്ന്. ആനയും കടുവായ്ക്കുള്ള വഴിയായിരുന്നു. അപ്പൊ അതൊക്കെ എന്തോ ഒരു പ്രയാസപ്പെട്ട ഒരു. അന്ന് വഴിയില്ലല്ലോ, ടാറിട്ട വഴിയില്ല. അപ്പോൾ പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്,
ചില ഈ കടുവയുടെ ഒക്കെ ശബ്ദം കേട്ടിട്ടുണ്ടോ വേണം. അയ്യോ മൈ ഗോഡ്. പിന്നെ ഇതിൻ്റെ കാരണം പോത്തിനെ പിടിച്ചാൽ മതിയല്ലോ. അങ്ങനെ അതെ അതെ. അപ്പം അത് വർഷം ഏതാണ് ഓർമ്മയുണ്ടോ? 1920-കളോ 30-കളോ 40-കളോ 50-കളോ? ഞാൻ ജനിച്ചത് 1933. അപ്പോൾ ഒരു 47 മുമ്പുള്ള കാര്യമാണ്. 47 മുമ്പുള്ള. ഓ അത് ശരി. അപ്പോൾ ഈ അലഹബാദിന് പഠിക്കാൻ പോകാൻ കാര്യം എന്നാ? അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മെഡിസിന് പോകണമെന്നുള്ള പ്ലാനിലാണ് ഓക്കെ. ഈ തേവര കോളേജിൽ പോയി SSG പഠിച്ചത്, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചത്. ഓക്കെ. എന്നിട്ട് അതിൽ ആദ്യത്തെ ആ വർഷം അങ്ങ് പൊട്ടിപ്പോയി. ഓക്കെ. അത് ഇന്നും പിള്ളേർ പൊട്ടാറുണ്ട്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പഠിക്കാൻ പോകാൻ പറ്റുമല്ലോ. സുവോളജി ആണല്ലോ, ബോട്ടണി സുവോളജി ആണല്ലോ എടുത്തത്. അതെ അതെ. അപ്പം അങ്ങനെ വന്നപ്പം പിന്നെ വേറെ എന്താ പരിപാടി എന്ന് ചോദിച്ചു. അങ്ങനെ എന്നിട്ട് പലതും ആലോചിച്ചു. ഓക്കെ. അങ്ങനെ ഇരുന്നപ്പം ആരോ പറഞ്ഞു പിന്നെ അഗ്രികൾച്ചറിന് ഇനിയിപ്പോൾ സ്കോപ്പുണ്ട്, അത് കിട്ടുമോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പം ഇങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയാമില്ല, ആരും എൻ്റെ അടുത്ത് പറഞ്ഞു. അലഹബാദിൽ അപ്ലൈ ചെയ്തു. അലഹബാദിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നല്ലൊരു സ്പോർട്സ്മാനായിരുന്നു. വെരി ഗുഡ്. 3 വർഷം അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ട് സ്കൂളിലെ ചാമ്പ്യനാക്കി ഞാൻ. എന്തായാലും മെയിൻ ഓട്ടോ ആണോ ചാട്ടോ ആണോ? ഓട്ടോ 100 മീറ്ററോ? ആശ ചാമ്പ്യൻ ആയിരുന്നു കേട്ടോ. അതെയോ? എല്ലാത്തിനും സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന മുതല് മിഡിൽ സ്കൂൾ ട്യൂഷയുടെ കൂടെ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് വാശിച്ച് സെക്കൻഡ് പോയിട്ട്. അതൊക്കെ നല്ല രസമുണ്ട്. അപ്പൊ അമ്മമ്മയുടെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ എന്റെ കല്യാണം. 18ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. അന്ന് അച്ഛൻ എന്തായിരുന്നു ജോലി? അപ്പം പാലായിലായിരുന്നു ജോലി. ഞാൻ കല്യാണം പാലായിലിരുന്നപ്പോഴാ കല്യാണം. ഓക്കെ. പാലായിൽ എന്തായിരുന്നു ജോലി? ഓ FSCT റീറ്റെയിൽ ഷോ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഈ മക്കളെയൊക്കെ എത്തിച്ചൊക്കെ പഠിപ്പിച്ച മൂത്ത മോള് MA ലിറ്ററേച്ചർ. ഏത് കോളേജില്? ആദ്യം ഇവര് കൂടുതൽ ഈ ഡിഗ്രിക്ക് പാലക്കാട്ടാണ്. അന്ന് എനിക്ക് പാലക്കാട് ജോലി. പാലക്കാട് മേഴ്സി കോളേജ്. അവിടെ നല്ല സ്പോർട്സ് സ്കൂളാണല്ലോ. അതെ. പിന്നെ രണ്ടാമത്തെ മോള് പുള്ളിക്കാരി MA ലിറ്ററേച്ചറാണ്. ഓക്കെ. ബിഎഡൂടെ കഴിഞ്ഞുകൊണ്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കവിതയൊക്കെ എഴുതുമോ? മൂന്നാമത്തെ ആള് MSc. അത് ബോട്ടണിയാണ്. MSc ബോട്ടണി. എന്ത് ചെയ്യുന്ന അവരിപ്പം? മോള് ബഹറിൽ ജോലി. ബഹറില്ല. മോള് അവിടെ പഠിപ്പിക്കുക. മോള് പിന്നെ പലയിടത്തായിട്ടായിരുന്നു സ്കൂളിലാണ്. നേരത്തെ ഗ്വാളിയറിലായിരുന്നു. ഇന്ത്യ പറയുന്നുള്ളൂ. അമ്മയും മക്കളും കൂടെ ഇന്ത്യ. ഗ്വാളിയറിൽ 24 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്തു. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലായി, അല്ല മൈസൂരിലായി. അപ്പോൾ മൈസൂരിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇനി അപ്പച്ചൻ്റെ ഫാദറിനെ പറ്റി പറഞ്ഞു. കോൺട്രാക്ടർ ആയിരുന്നു, ബിസി ആയിരുന്നു, തിരക്കുള്ള ജീവിതമൊക്കെ ആയിരുന്നു അല്ലേ? എല്ലാ ദിവസം വീട്ടിൽ വരുമായിരുന്നു ജോലി? അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് കൂടാതെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മണനാട്ട് തന്നെ കണ്ടങ്ങളുണ്ട്, കണ്ട കൃഷി ഉണ്ട്. അപ്പം എന്നും ഒരു 4-4:30 ആകുമ്പോൾ അങ്ങനെ എഴുതേക്കും. വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലിക്കാരെ ജോലി പിന്നെ അവിടെ നിന്ന് നേരെ പോയി 2-3 സ്ഥലത്ത് അന്നേരം കൃഷി നടക്കുന്ന സ്ഥലം കാണുമ്പോൾ പാടത്ത് പോയി നോക്കും. ഇങ്ങനെ കൃഷിക്ക് നെല്ലിന് വളമിടണം, വെള്ളം കൊടുക്കണോ എന്നെല്ലാം നോക്കിയിട്ട് തിരിച്ചു വരും. അങ്ങനൊരു 4-5 പേര് വീട്ടിൽ തന്നെ ഈ ജോലിക്കാരുണ്ട്. കൃഷിക്ക് നോക്കുന്നവരും വീട്ടിലെ കാര്യം നോക്കുന്നവരായിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് അവരോട് പറയും, ഇന്ന പാട് അവിടെ അവിടെ വെള്ളം വെക്കണം, എൻ്റെ മറ്റേ അടുത്ത് വളമിടണം എന്നൊക്കെ പറയും. ഈ ചവിട്ട് യന്ത്രമൊക്കെ ഉണ്ടോ കയ്യില്? ഒന്നുമില്ല, മറ്റേ ചക്രാണ്. അതേ ഉള്ളൂ. അത് വീട്ടിലുണ്ടായിരുന്നു? ഉണ്ട്. അത് 4-5 ഉണ്ടായിരുന്നു. അത് വലിയ വലിപ്പമുള്ളതാണല്ലോ. ചെറുതാണ്.
അത് ശരി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് സാറിന് രാവിലെ ഒരു ഗ്ലാസ് പാലും ഒരു താറാമുട്ടയും കഴിക്കും. അതാണ് രാവിലത്തെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെല്ലാം പോകുന്നു. വർക്ക് നടക്കുന്നിടത്തൊക്കെ സൂപ്പർ എല്ലാം നോക്കാൻ പോകണം. സാധനങ്ങളെല്ലാം എത്തിയോ? എല്ലായിടത്തും പോകും. തിരുവേണ്ടിനും ഇവിടെ എല്ലാം പോകും. തിരുവേട് അന്ന് സൈക്കിളോ വല്ലതും ഉള്ളതായിട്ട് അറിയാവോ? കയ്യിലല്ല. ഇല്ല, അന്ന് ആ സമയത്ത് ഞാനീ പറഞ്ഞ സമയത്ത് കാറുണ്ട്. അന്ന് ഏതായിരുന്നു കാറ്? മോഡൽ ഓർമ്മയുണ്ടോ? അംബാസഡർ ആദ്യമേ മേടിച്ചത് ഹിൽമാൻ മിക്സ് എന്ന് പറഞ്ഞാണ്. ഇറക്കുമതി ചെയ്യുന്ന വണ്ടികളാണ്. അന്ന് ഇറക്കുമതി ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജാവിനൊക്കെ ഉള്ളവർ. അതേ കോട്ടയം കഞ്ഞിക്കുഴിയിലെ PC ചിലൻ ഒരു പാർട്ടിയുണ്ട്. അങ്ങനത്തെ ഏജൻസി അങ്ങയുടെ ആണ് വാങ്ങിച്ചത്. 12,500 രൂപയായിരുന്നു അതിൻ്റെ വില. പുത്തൻ ബ്രാൻഡ് ഹിൽമാൻ മിൻസിന്റെ വില 12,500 രൂപ. 6 കോടി രൂപയുടെ വിലയാണ്. അങ്ങനെ അതെ. അത് കഴിഞ്ഞ് പിന്നെ അംബാസഡറായി ഒരു സമയത്ത് 3 അംബാസഡർ ഉണ്ടായിരുന്നു. പിന്നെ 2 ലോറികളുണ്ടായിരുന്നു. ലോറി എല്ലാ ആവശ്യത്തിനും ലോറി വേണം. 2 ലോറി ഉണ്ടായിരുന്നു. അപ്പച്ചന്റെ പേരെങ്ങനെയായിരുന്നു? വിട്ടി എന്ന് പറയുന്നത്. അപ്പച്ചന് എത്ര വയസ്സ് വരെയൊക്കെ ഈ ജോലി ചെയ്തു? ഏത് വർഷമാണ് മരിക്കുന്നത്? വല്ല ഓർമ്മ? മരിക്കുന്നത് 84. 84. അപ്പൊ ഇപ്പൊ 40 വർഷത്തോളം ജോലി. പക്ഷേ അതിനൊരു 10 വർഷം മുമ്പായിട്ട് ജോലി എല്ലാം നിർത്തി. എന്നിട്ട് മൂത്ത ബ്രദറും രണ്ടാമത്തെ ബ്രദറും ജോലി ഏറ്റെടുക്കുക. അങ്ങനെയാണ്. അപ്പോൾ പുള്ളിയുടെ പ്രത്യേകത പറഞ്ഞില്ലേ, രാവിലെ പോയാൽ വീട്ടിൽ വന്നേ ആഹാരം കഴിക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് ഊണ് ഒരിടത്ത് പോയാലും ഞങ്ങളൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പം ഞാൻ ഈ മറ്റേ പറഞ്ഞല്ലേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാനായിരുന്നു പുള്ളിയുടെ ഡ്രൈവർ. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ എന്നോട് പറയും നീ കഴിച്ചോളാൻ പറ്റും. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് എവിടുന്നേലും വേണം ചിലപ്പം ചെറിയ കഴിക്കും. കഴിച്ചോണ്ട് കയറും. അല്ല ഒന്നും കഴിക്കുന്നില്ല. വീട്ടിൽ വന്ന് കഴിക്കും. അതെ, അങ്ങനെയാണ്. എന്നിട്ട് അപ്പച്ചൻ ഈ ഡ്രൈവിംഗ് എവിടെ പഠിച്ചത്? എവിടുന്ന പഠിച്ചത്? ഇപ്പൊ പുതിയ കാർ എടുത്തിട്ട് അതേലാണോ ഡ്രൈവിംഗ് പഠിച്ചത്? അതെ അതെ. ഓ, തരുവായിരുന്നു. അന്ന് കീഴിടാനൊക്കെ പ്രയാസമല്ല? അന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു. പ്രയാസം ഉണ്ടായിരുന്നു? ഇല്ല. മെക്കാനിക്കലൊക്കെ നല്ല ആരോഗ്യമുണ്ട്. മരിക്കുന്നവർ പിന്നെ നല്ല മുട്ടിന്റെ കാലിന്റെ ഉള്ളിലെ ദേഹം നല്ല ദേഹമാണ്. കാലിന് ബലമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ ചെറിയ അവസാനമായപ്പോൾ പുള്ളി നന്നായിട്ട് വണ്ടി ഓടിക്കുമായിരുന്നു. തന്നെ ഓടിക്കായിരുന്നു. അംബാസഡർ ആയിരുന്നു പുള്ളി കൂടുതൽ ഓടിച്ചുകൊണ്ട്. അപ്പച്ചൻ ഇപ്പം വണ്ടി ഓടിക്കില്ല? ഇപ്പം വയ്യ. ഇപ്പൊ എന്നാലും ഏതാ ലാസ്റ്റ് ഓടിച്ച സമയം? ഞാൻ ഇവര് വന്നേ പിന്നെ ഓടിക്കാത്ത ആശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വർഷമായിട്ട് സമ്മതിക്കത്തില്ല. ഞാൻ ഈ വണ്ടി ഇതെല്ലാം ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് ഇതൊക്കെ. വേറെ ആരും ഇല്ല, ഡ്രൈവറൊന്നും ഇല്ലായിരുന്നു. ഈ വണ്ടി എടുത്ത് ഇതിന് മുമ്പ് എനിക്ക് 2-3 വണ്ടി ഉണ്ട്. എനിക്ക് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൂപ്പർ 10 എന്ന് പറഞ്ഞാണ്. അത് പ്രീമിയറിന്റെ ഒക്കെ പഴയ മോഡലല്ലേ? സ്റ്റാൻഡേർഡ് പഴയ മോഡൽ സ്റ്റാൻഡേർഡില്ലേ ഡ്രൈവിംഗ് പഠിച്ചത്. ഇതില് ഞാൻ ഈ കോമനോട് ഒരു കസിന് കോഫി ബോർഡിലെ റിസർച്ച് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. കേരളത്തിലോ അതോ പുറത്തോ? പുറത്താണ്. ഞങ്ങളിന്ന് മൈസൂർ ജോലി കർണാടകയുടെ മൈസൂർ ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അവിടെ പോയി പുള്ളി ചിക്ക്മാംഗ്ലൂരിലാണ് പുള്ളിയുടെ റിസർച്ച് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് മൈസൂറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്താണ് താമസം. അങ്ങനെ അപ്പോൾ FACTക്ക് ഈ കൽപ്പറ്റയിൽ ഈ ഇതുണ്ടായിരുന്നു, ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം. അപ്പം എന്നെ ഇന്ന് ഇവിടെ പിന്നെ അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞായിരുന്നു. ഈ പ്ലോട്ട് പോയി നോക്കാൻ. അപ്പം ഇങ്ങേർക്കും അവിടെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ കോഫി ബോർഡിൽ. അപ്പോൾ അങ്ങേരും പറഞ്ഞു നമുക്ക് പോകാം, ഞാനോട് വരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കാറിൽ ഞങ്ങൾ കൽപ്പറ്റയിൽ പോയി. അവിടെ ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഒരു അനന്തൻ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഒന്ന് കയറണമെന്ന്. അവിടെ ചെന്നപ്പം വേറെല്ലാം പറഞ്ഞ് ഞങ്ങൾ പോരാൻ വേണ്ടി. അപ്പം മുറ്റത്തൊരു കാറ് ഇങ്ങനെ ഈ ചക്കോടി ഇട്ട് മൂടിയിട്ടുണ്ട്.
പകയിൽ വെച്ച് തന്നെ ഇതിങ്ങനെ മൂടിയിട്ടിരിക്കുന്നത്. ഡ്രൈവർ ലൈസൻസ് പുള്ളി പറഞ്ഞത് എൻ്റെ മകളുടെ കല്യാണത്തിന് സമയത്ത് എടുത്തതാണ്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണം ഇട്ടാണോ. അപ്പം കച്ചവടമാക്കി. അത് ഇങ്ങനെ അപ്പോൾ എനിക്കന്നേരം മോട്ടോർ ബൈക്കായിരുന്നു. അന്നേരം ഇങ്ങനെ എന്നോട് ചോദിച്ചു, ബേബി നിനക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ മേടിച്ചാൽ എന്താ ചെയ്യും. അപ്പം പറഞ്ഞു പിടിച്ച് ഞങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാൽ അത് ഓടിച്ചോണ്ടാവാം. അതില്ല. ഉടനെ പറഞ്ഞു പിന്നെ നമുക്കത് ഒരു അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഇതിലും ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ലല്ലോ പോകുന്നത്, അന്നത്തെ കാലത്തല്ലേ. ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും ചെറുത് 500 രൂപയുടെ ഒരു നോട്ട് ആണെങ്കിലോ കാണുന്നത് ഇപ്പോൾ കയ്യിൽ. അന്ന് 10 രൂപയല്ലേ വലിയ നോട്ട്, 10 രൂപ. വലിയ 10 രൂപ നോട്ട്. 10 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ആ കാർ ബുക്ക് ചെയ്തു. 10 രൂപ അഡ്വാൻസ് കൊടുത്ത് വാക്കും കൊടുത്ത് ഇനി പോകുന്നു. പുത്ത വണ്ടിയാ? അല്ല അല്ല അല്ല, മോക്ക് വേണ്ടി പറഞ്ഞു വെച്ച വണ്ടിയാ. 51 മോട്ടറാണ്. 10 രൂപ പോകും. അതെ 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 അതെ. അവിടുന്ന് പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ കൂട്ടി ഞങ്ങൾ ബസ്സിന് പോയി. അവിടെ ചെന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അതെവിടെയായിരുന്നു ആ സ്ഥലം? അത് കൽപ്പറ്റ. കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ വയനാട്. വയനാട്. എന്നാലും ഈ റോഡൊന്നും ഇല്ലല്ലോ, അത് നല്ല റോഡൊന്നും ഇല്ല. അപ്പൊ ആ ചുരമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആഹാ. ഓടിച്ചു അവിടെ അവിടുന്ന് കൽപ്പറ്റയ്ക്ക് വരണമെങ്കിൽ ചുരമൊന്നും ഇറങ്ങണ്ട. മൈസൂർ എന്നല്ലേ. ലൈസൻസ് എടുക്കുന്ന 54 മദ്രാസിൽ വണ്ടിയിരിക്കുന്ന ലൈസൻസ് 54 ഇപ്പോഴും ആ ബുക്ക് ഇരിപ്പുണ്ട്. ഒരു വർഷം വാലിഡിറ്റി ഉണ്ട്. അന്ന് നാട്ടിൽ നമ്മളാ മെയിൻ ആളല്ലേ, നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്നത്. ചെത്തുപാറ അമ്മമ്മ അച്ഛൻ വണ്ടിയൊക്കെ ഇരുത്തി കൊണ്ടുപോകായിരുന്നോ? കൊണ്ടുപോയിരുന്നു, അന്നും കൊണ്ടുപോയിരുന്നു. ഈ മോട്ടോർ ബൈക്കിലൊക്കെ ഇരുത്തി കൊണ്ടുപോയിരുന്നു. ഞങ്ങളെ 3 പേരെയും കൂടെ എല്ലാവരെയും കൊണ്ടുപോയിരുന്നു. ബൈക്കിലായിരുന്നു മൈസൂരിൽ. അപ്പം ഞങ്ങൾ 2 പേരും 3 പിള്ളേരെ ഒരേപോലെ ഇരുത്തി കൊണ്ടുപോയിരുന്നു. എന്റെ കസിൻ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് ബൈക്കിലാ പോകുന്നത്, നിങ്ങൾ പറയരുത്. അപ്പൊ ഞാൻ കവിത വല്ലതും ചെല്ലുവോ? കവിതയോ നമ്മൾ ലിറ്ററേച്ചർ ആളുണ്ട്, ഷേക്സ്പിയറിന്റെ 2 ലൈൻ എന്ന് പറയാമോ? ഓക്കെ, നോ പ്രോബ്ലം. അറിയാമെങ്കിൽ 2 ലൈൻ പറഞ്ഞാൽ കുഴപ്പമില്ല. താങ്ക് യു. അപ്പച്ചാ, ഞാനേ ഈ ഇന്റർവ്യൂ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കാം. അപ്പച്ചൻ്റെ അന്നത്തെ കുടുംബ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ചുറ്റുപാടുള്ള ആൾക്കാരെക്കാൾ നിങ്ങൾ ഏത് ലെവലിലൊക്കെ ആയിരുന്നു? അതായത് സാമൂഹ്യ നീതി ഉണ്ടല്ലോ, അതായത് നമ്മുടെ അപ്പുറത്തുള്ള വീട്ടുകാരെ പാവങ്ങളായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തുവായിരുന്നു? എൻ്റെ ഫാദർ, ഞാൻ പറയില്ലേ, ഫാദർ കോൺട്രാക്ടർ ഒന്നുമില്ലായിരുന്നു മനുഷ്യനാണ്. ഒന്നുമില്ലായ്മയെന്ന് സ്വന്തം അധ്വാനത്തിലുള്ള പക്ഷെ നമ്മുടെ ബ്രെയിനുള്ള ആൾക്കാരായിരുന്നു മക്കളെല്ലാം. നല്ല സ്വന്തം അധ്വാനത്തിൽ പാടത്തെ മാപ്പിളയെന്നാ ഇവരുടെ കുടുംബത്തിന്റെ. ഞങ്ങൾ കുടുംബം ഒത്തിരി സ്ട്രോങ്, ഒത്തിരി എല്ലാം മണ്ണാടും. കണ്ടത്ത് മാപ്പിളയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ മാപ്പിളയാണ്. അവര് കണ്ടത്തില്ല, ഞങ്ങൾ പാടത്ത്. ഓക്കെ, ഇടയ്ക്കൊരു വരമ്പേ ഉള്ളൂ. അതെ. അപ്പോൾ അന്ന് സാധാരണ ഒരു കുടുംബമായിരുന്നു. അത് കഴിഞ്ഞ് ഈ കോൺട്രാക്ടർ കൊണ്ടാണ് പൈസ ഉണ്ടാക്കി ആ പ്രദേശത്തിലേക്ക് ആദ്യത്തെ കാർ അപ്പച്ചനായിരുന്നു. ഈ മണ്ണാട് ആദ്യമേ കാറുണ്ട് തീരുമാനം മിൻസ് എന്ന് പറയുന്നത് മേടിക്കുന്നത് എന്നൊക്കെ ഒരു ധൈര്യം കാർ മേടിക്കാനില്ല. ഇവര് ഇന്ന് എയറോപ്ലെയിൻ മേടിക്കുന്ന, ഹെലികോപ്റ്റർ മേടിക്കുന്ന സെറ്റപ്പാണ്. അതെ അതെ. അപ്പൊ ഇതൊക്കെ പറയാം. അമ്മച്ചിയുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അമ്മച്ചി വീട്ടിലെ ജോലി മാത്രമായിരുന്നു, അതോ പബ്ലിക്കായിട്ട് ഒരു ഫിഗർ ആയിരുന്നു? പഠിത്തമൊക്കെ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു? അങ്ങനെ വല്ല ഓർമ്മ? നിങ്ങളുടെ പഠിത്തമൊക്കെ ആരാ ശ്രദ്ധിച്ചിരുന്നത്? പഠിത്തമൊക്കെ തന്നെ ഫോഴ്സ്ഫുൾ ഒന്നും അടിയും പിടിയോ അതുപോലെ ഇങ്ങനെയൊന്നും പരിപാടിയൊന്നുമില്ല. പഠിക്കാനുള്ളത് സ്വന്തമായിട്ട് പഠിക്കുക. കുടുംബത്തിലെ നിങ്ങൾ 6 പേരും ഡോക്ടറാണ് ഏറ്റവും ഹയർ സ്റ്റഡിയിൽ പോയത് അല്ലേ? പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, എഞ്ചിനീയർ. അന്ന് ബിടെക് ആയിരുന്നോ? എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അതെവിടെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? പഠിച്ചത് പിന്നെ കേരളത്തിൽ തന്നെയാണോ? കർണാടകയില. മണിപ്പാലിലാണ്. മറ്റേ ഡോക്ടർ പഠിച്ചത് മണിപ്പാലിനടുത്ത് മറ്റേ ഇതുണ്ടല്ലോ, ഒരു ദാവൺകര വല്ലതാണോ? അല്ല, മണിപ്പാലിനടുത്ത് മാംഗ്ലൂർ. അന്ന് എനിക്കറിയില്ല ആ സ്ഥലം. അത് ശരി.
അവിടെ അവിടെയാണ്. ബ്രദറും പഠിച്ചത്. അവിടുന്ന് അവർക്ക് ഈ മറ്റേ പ്രാക്ടിക്കൽ ഇതൊക്കെ വേണ്ടിയിട്ട് അതെ. മംഗലാപുരത്ത് വരിക. അതെ. മംഗലാപുരത്ത് വന്നിട്ട് അവിടെയാണ് പഠിച്ചത്. അപ്പച്ചന് ഇഷ്ടമുള്ള ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം കാണുന്ന സ്പോർട്സ് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാ? എനിക്ക് ഇഷ്ടം ഇപ്പം ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. പക്ഷെ അന്നൊന്നും ക്രിക്കറ്റ് ആരും കളിക്കില്ല. ക്രിക്കറ്റ് കളിക്കുന്നില്ല, ഞാനും കളിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പം കളി കാണാൻ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റ് തന്നെ. ഫുട്ബോള് അത് ഫുട്ബോളിലും എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫിഫയുടെ കളി വരുമ്പോഴത്തേക്ക് ഫുട്ബോൾ ഞാൻ കാണുന്നത്. അച്ഛൻ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് മറ്റേ ഓർമ്മയുണ്ടോ? വായന ഉണ്ടായിരുന്നോ? രാവിലെ വീട്ടിൽ വരുന്ന പത്രമൊക്കെ ആ പിന്നെ ഒന്ന് ഓടിച്ചു നോക്കുന്നല്ലാതെ അങ്ങനെ വലിയ സിനിമയുടെ ഞാൻ വായന തുടങ്ങിയപ്പോൾ ഈ കുത്തിയിരിപ്പ് തുടങ്ങിയ പിന്നെ ചെറും പത്രം ഇപ്പം രാവിലെ എനിക്ക് പത്രം വായിച്ചില്ലേ പറയാം. അപ്പച്ചൻ അതെ അപ്പച്ചൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്, അലഹബാദൊക്കെ ഭോപ്പാലൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാശ്മീരാണ്. കാശ്മീർ. ആ. കാശ്മീരിൽ പോയിട്ടുണ്ട്, കാശ്മീർ. ജീവിച്ചിട്ടുണ്ട്. അവിടെ എന്തിനായിരുന്നു? കാശ്മീർ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയതാണ്. കാണാൻ പോയതാ, ടൂർ പോയതാ? കാണാൻ പോയത്. ഒരു 15 ദിവസം ഞാൻ കാശ്മീർ പിന്നെ ഇവിടെ ശ്രീനഗർ താമസിച്ചു. ശ്രീനഗർ. ആ കൂട്ടത്തിൽ അന്ന് ഈ പഹൽഗാം പിന്നെ സോനാമർഗ് നമ്മുടെ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സോനാമാർഗ്. അന്ന് പോകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പോയത് പത്താൻകോട് വഴിയാണ്. പത്താൻകോട് ചെന്ന് കഴിഞ്ഞാൽ ട്രെയിനിലോ പത്താൻകോട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു പാസ്പോർട്ട് ഒരു സാധനം മേടിക്കണം കാശ്മീരിൽ പോകണമെങ്കിൽ. അത് ഇൻഡിപെൻഡന്റ് ആണല്ലോ അന്നത്തെ കാലത്താണ്. അപ്പോൾ അവിടുന്ന് ഈ നമുക്ക് ഡോക്യുമെന്റ് കൊണ്ടുവേണം. ബസ്സിൽ കയറി കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ജമ്മുന്ന് പിറ്റേ ദിവസം രാവിലെയാണ് അടുത്ത ബസ്. അവിടുന്ന് പോയി കഴിഞ്ഞാണ് ശ്രീനഗറിൽ വൈകുന്നേരം ആകും ചെയ്യുന്നത്. വളരെ ഇഷ്ടപ്പെട്ടത് പ്രകൃതി കൊണ്ടും മനോഹാരിത കൊണ്ടും എല്ലാം ഭക്ഷണത്തിന്റെ ഒരു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉദയ്പൂരാണ്. ഉദയ്പൂർ അത് രാജസ്ഥാനി. അവിടെ അവിടെ രാജസ്ഥാനില് പ്രത്യേകം വെച്ചാൽ ഈ പിന്നെ ഇതുപോലെ തന്നെ ഈ ഏതാണ്ട് കാശ്മീർ പോലെ തന്നെയാണ്. ഈ ചുറ്റും മലകളാണ്, ലേക്കും അതും ഇതൊക്കെ ഉണ്ട്. അവിടുത്തെയാണെങ്കിൽ ഒന്ന് പിന്നെ ലേക്ക് പാലസ് നല്ല നല്ല സ്ഥലമാണ്. ആൾക്കാരൊക്കെ നല്ല നല്ല ആൾക്കാരായി രാജസ്ഥാനിൽ. എനിക്ക് ഞാൻ 2 വർഷം ഉണ്ടാവില്ല രാജസ്ഥാനിൽ. അച്ഛൻ ഹിന്ദി യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു അല്ലേ? ഹിന്ദി വലിയ കുഴപ്പമില്ല. എഴുതാനൊക്കെ അറിയാമായിരുന്നോ? ഹിന്ദി അങ്ങനെ വല്ല ലെറ്ററൊക്കെ എഴുതാമായിരുന്നു? അത് ഞാനിവിടെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിന്ദി ഉണ്ടായിരുന്നു. പ്രത്യേക സെക്കൻഡ് ലാംഗ്വേജ് പോലെ ഹിന്ദി പ്രത്യേകത ഉണ്ടായിരുന്നു. എഴുതിയ ഓക്കെ, വിദ്വാൻ പോലുള്ളതൊക്കെ. അപ്പച്ചൻ സമയക്കുറവുകൊണ്ട് നിർത്തുക. അപ്പച്ചന് വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഓർമ്മകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രത്യേകതയുള്ള എന്തെങ്കിലും പറയാം? മക്കളെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ നാട്ടിനെ പറ്റിയോ ഉണ്ടായ ഒരു സ്ഫോടനത്തെ പറ്റിയോ എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? അന്നത്തെ ട്രെയിൻ യാത്രയോ? ട്രെയിൻ യാത്ര എനിക്ക് പറയാനുള്ള ഓർമ്മ. അത് എനിക്ക് എന്നെ മൈസൂരിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങോട്ടാ? ഹോസ്പിറ്റൽ. അതെവിടെയാ? ഹോസ്പിറ്റൽ ബെല്ലാരി കർണാടകയിൽ തന്നെ. കർണാടകയിൽ തന്നെ. ഏതാണ്ട് 300-350 കിലോമീറ്റർ ദൂരം വരും മൈസൂരിൽ നിന്ന്. ഞങ്ങൾ ഇവിടുന്ന് ഭാര്യയും മക്കളും 3 മക്കളും ഒരു ജോലിക്കാരൻ ഇതെല്ലാവരും കൂടെ ഈ കാറിൽ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ചെറിയ കയറിയാണ് പോകുന്നത്. അപ്പോൾ പോയി അവിടുന്ന് ഒരു 30 കിലോമീറ്റർ അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്ഥലത്തിൻ്റെ പേർക്ക് മറന്നു. ടപ്പോതിൽ വെച്ചിട്ട് നോക്കിയപ്പോൾ ഒരു ടയർ പഞ്ചറായി. അന്ന് സ്റ്റെപ്പിനുള്ള കാലമാണോ? സ്റ്റെപ്പിനുണ്ട്. സ്റ്റെപ്പിനുണ്ട്. ആ സ്റ്റെപ്പിന് എടുത്തിട്ടു. അവിടുന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എങ്ങും ടയർ കിട്ടുന്നില്ല. പിന്നെ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഷിമോഗയിൽ ചെല്ലുന്ന എപ്പോഴും അറിയാൻ പാടില്ല. അവിടുന്ന് ഈ സ്റ്റെപ്പിനെ മാത്രം ഈ പിള്ളേര് ഇതെല്ലാം എല്ലാം കൊണ്ട് ഷിമോഗയിൽ ചെന്ന് പുതിയൊരു ടയർ വാങ്ങിച്ച് അവിടുന്ന് 5 മണിയായപ്പം അല്ല 5 അവിടുന്ന് ഊണുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിട്ട് ഹരിഹർ ചെന്നു. ഹരിഹരം ഏതാണ്ട് ഷിമോഗയിൽ നിന്ന് 90-100 കിലോമീറ്ററോളം ഉണ്ട്. ഹരിഹരിൽ നിന്ന്
5 മണിയായി ഹരിഹരി ചെല്ലുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ നടത്തി. ഓക്കെ ഞങ്ങളെ നോക്കി അവിടെ വീടൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ ഞങ്ങൾ 5 മണിക്ക് തിരിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് 94 കിലോമീറ്ററുണ്ട് പിന്നെ പോകണം. സന്ധ്യയായി, ചെറിയായിട്ട് മഴയാകുന്നുണ്ട്. പിന്നെ റോഡിൽ ഒരു മനുഷ്യനില്ല, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല, ലൈറ്റും ഇല്ല, ഒന്നും. ഇങ്ങനെ ഞങ്ങൾ മാത്രം പോവാ. പേടിച്ചു പോയി. ഞങ്ങൾ തമ്മിൽ മിണ്ടുക പോലും ഇല്ല. ഞങ്ങൾ തന്നെ ഓർത്ത പിന്നെ സംസാരിച്ചതെന്ന് വെച്ചാൽ ഈ 94 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അതുവരെ ഭയങ്കര ടെൻഷൻ, ഒരക്ഷരം പോലും വേണ്ടിയില്ല. പിള്ളേരൊക്കെ അനങ്ങാതെ അപ്പച്ചനെ മുൾമുന്നേ നിർത്തിയതാണ്. അയ്യോ, അങ്ങനെ അതൊരു സംഭവമാണ്. അപ്പൊ ഞാൻ താങ്ക് യു സോ മച്ച്. സമയക്കുറവുണ്ട്, ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ കാണാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു